ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധയും അതിനെ തുടർന്നുള്ള മരണങ്ങളും ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന കോങ്കോയിലും ഉഗാണ്ടയിലും ആഗോള ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലെ വൈറസ് ഔട്ട്ബ്രേക്ക് 88ഓളം പേരുടെ മരണത്തിന് കാരണമായി. 300-ലധികം പേരിലേക്ക് വൈറസ് ബാധ പടർന്നതായി സംശയിക്കപ്പെടുന്നുണ്ട്. ഉഗാണ്ടയുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ കോങ്കോയിലെ നഗരങ്ങളിലാണ് വൈറസ് ബാധ ഏറ്റവും കൂടുതൽ വ്യാപിച്ചത്. ഉഗാണ്ടയിലും രോഗവ്യാപനം നടക്കുന്നുണ്ട്. 3 തരം എബോള വൈറസുകളാണ് മനുഷ്യരിൽ രോഗവ്യാപനത്തിന് കാരണമാകുന്നത്. അതിലെ ബണ്ടിബൂജോ എന്ന തരം എബോള വൈറസാണ് നിലവിലെ രോഗവ്യാപനത്തിന് കാരണം. പനി, ഛർദി, വയറിളക്കം, പേശിവേദന, ആന്തരിക ബാഹ്യ രക്തസ്രാവം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതിനു മുമ്പ് എബോളയുടെ ബണ്ടിബൂജോ എന്ന സ്ട്രെയിൻ വൈറസ് 2 രോഗവ്യാപനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കോങ്കോയിൽ 2012-ലും ഉഗാണ്ടയിൽ 2007-ലുമായിരുന്നു അത്. എബോളയുടെ ഈ സ്ട്രെയിനിന് എതിരെ നിലവിൽ ഫലപ്രദമായ വാക്സിനും മരുന്നും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഏപ്രിൽ 24-ന് ഒരു നഴ്സിൽ ആണ് രോഗം ആദ്യം സ്ഥിരീകരിക്കപ്പെട്ടത്. ആഴ്ചകൾക്കുള്ളിൽ പലരിലും രോഗം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. മരണനിരക്ക് 50%-ഓളമുള്ള ഗുരുതരമായ വൈറസ് ബാധയാണ് എബോളയെങ്കിലും COVID-19 പോലെ ഒരു ആഗോള മഹാമാരിയാകാനുള്ള സാധ്യത എബോളയുടെ കാര്യത്തിൽ ഇല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതിന് കാരണം കൊറോണ വൈറസുകളെ പോലെ എബോള വായുവിലൂടെ പകരില്ല എന്നതാണ്. വൈറസ് ബാധയേറ്റയാളുടെ ശരീരദ്രവങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് എബോള പകരുന്നത്. നിലവിലെ രോഗവ്യാപനം തടയാൻ വാക്സിനോ മരുന്നോ ഇല്ലാത്തതുകൊണ്ടും കോങ്കോയുടെ അതിർത്തി കടന്ന് ഉഗാണ്ടയിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ടുമാണ് ലോക ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയായി WHO ഈ എബോള ഔട്ട്ബ്രേക്കിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളാണ് കോങ്കോയും ഉഗാണ്ടയും. 2014-നും 2016-നും ഇടയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായ എബോള വ്യാപനം 28,600 പേരിൽ പടർന്നു പിടിക്കുകയും ഒട്ടേറെ പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യം ആവർത്തിക്കാതെ രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ ലോകരാജ്യങ്ങളുടെ സഹായത്തോടെ മാത്രമേ കോങ്കോയ്ക്കും ഉഗാണ്ടയ്ക്കും സാധിക്കുകയുള്ളൂ.